നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ എ സി കംപ്രസറിനൊരു കംപ്ലയിൻറ്റ് വന്നു എന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ സി കംപ്രസർ മാത്രം മാറിയാൽ മതിയോ, അതോ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പാർട്സുകൾ, അതായത് കണ്ടൻസർ, ഇവാപ്പറേറ്റർ അസംബ്ലി, ലൈൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് അർജുൻ സുരേഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ വാഗണർ 2014 മോഡൽ 52,782 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ എ സി കംപ്രസർ കംപ്ലൈൻ്റ് ആയി. അത് സ്റ്റക്ക് ആണെന്നാണ് അറിയാൻ പറ്റിയത്. ഇനി എ സി കംപ്രസർ മാറുമ്പോൾ കൂടെ ഇവാപ്പറേറ്റർ, കണ്ടൻസർ, ഡ്രയർ, എ സി പൈപ്പ് എല്ലാം മാറേണ്ട ആവശ്യമുണ്ടോ? ഓർ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതിയോ? ഇനി ഇതൊന്നും ചെയ്യാതെ കംപ്രസർ മാത്രം മാറിയാൽ മതിയോ? റിപ്ലൈ ഒരു വീഡിയോ ആക്കി ഇട്ടാൽ വലിയ ഉപകാരമായിരുന്നു. 100%. ശരിക്കും പറഞ്ഞാൽ എ സി കംപ്രസറിൻ്റെ കാര്യം നമുക്ക് ആദ്യം ഒന്ന് പറയാം. എ സി കംപ്രസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തും നമ്മുടെ കാറിനകത്തൊക്കെ വരുന്ന ഒരു പിസ്റ്റനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്തും തേയ്മാനവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എ സി കംപ്രസറിന് എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. അതായത് എ സി കംപ്രസറിനകത്തൊരു കംപ്രസർ ഓയിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിനിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഓയിൽ ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ ഓയിൽ ലീക്ക് ഔട്ടോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ എ സിയുടെ പൈപ്പിൻ്റെ പുറത്തൊക്കെ ഒരു ഓയിൽ പ്രസൻസ് നമ്മൾ കാണുകയാണെങ്കിൽ, വെള്ളം വരുന്ന നോർമലാണ്, ഓയിലിൻ്റെ പ്രസൻസ് കാണുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ഈ എ സി കംപ്രസർ റിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാതെ പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എ സി കംപ്രസർ കംപ്ലയിൻ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എ സി കംപ്രസർ കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് ചെറിയ രീതിക്ക് തരിയൊക്കെ വരും. അതായത് തേയ്മാനം വരുമ്പോൾ നമുക്കറിയാം, മെറ്റൽ തമ്മിൽ ഉരഞ്ഞ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ തരികളുണ്ടാവും, പൊടി പോലത്തെ തരികൾ. ഈ തരി എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ലൈൻസിൽ കൂടെ കയറി ഇവാപ്പറേറ്റർ അസംബ്ലിയിലും കൂളിംഗ് ഓയിലും ഡ്രയേഴ്സിലും ഒക്കെ ഇതിനകത്ത് ചെറിയ രീതിക്കെങ്കിലും ഇരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻസർ ക്ലീനിങ് കുഴപ്പമില്ല, പക്ഷേ കണ്ടൻസറിൻ്റെ കൂട്ടത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇപ്പം ഡ്രയേഴ്സും വരുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രയേഴ്സൊക്കെ വരുന്ന സമയത്ത് അത് ചിലപ്പം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടൻസർ മാറി വിട്ടോണം. ലൈൻസ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. കൂളിംഗ് ഓയിലും പ്രശ്നം വരുന്നില്ല. എക്സ്പാൻഷൻ വാൽവ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കണ്ടൻസറാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കാണിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് കണ്ടൻസറും കൂടെ ഒന്നിച്ച് മാറി വിടുന്നതായിരിക്കും ഏറ്റവും നല്ല. പക്ഷേ കൂളിംഗ് ഓയിലും കാര്യങ്ങൾക്കൊന്നും അത്രയും പ്രശ്നം വരുന്നില്ല, നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചാൻസസ് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ കംപ്രസർ മാറി വിട്ട് കണ്ടൻസർ മാറാതെ നോക്കാം. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളൊന്നും ചിലപ്പോൾ ഒരു പ്രശ്നവും കാണിക്കത്തില്ല. ഇതിലെന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കൂട്ടത്തിൽ തിരിച്ച് റിട്ടേൺ ആയിട്ട് കംപ്രസറിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് അവിടെ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ് തല പൊക്കി തുടങ്ങുന്നത്. ഉടനെ ചിലപ്പം കംപ്ലയിൻറ്റ് വരണമെന്നില്ല. പതുക്കെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് തല പൊക്കി തുടങ്ങുമ്പോഴത്തേക്കുമായിരിക്കും നമുക്ക് മുമ്പോട്ട് പിന്നെ എ സി കംപ്രസറിന് പ്രശ്നം വരുന്നത്. കംപ്രസറിന് വാറൻറ്റിയോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, നമുക്കത് കാശ് കൊടുത്ത് മാറേണ്ടി വരുന്നൊരു ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസർ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ കംപ്രസറും കണ്ടൻസറും കൂടെ ഒന്നിച്ച് മാറിക്കണം. ഇവാപ്പറേറ്റർ അസംബ്ലിക്കകത്ത് അടിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് തരിയുടെ അംശം വല്ലതൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇവാപ്പറേറ്ററും കൂടെ മാറി വിട്ടാൽ നല്ലതാണ്. ലൈൻസ് എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ഈ പറയുന്ന 2 കാര്യങ്ങളും കംപ്രസറും കണ്ടൻസറും ഉറപ്പായിട്ട് മാറി വിട്ടോണം. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം കൂടെയാണ്, നമ്മുടെ എ സിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പക്കയായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും.